റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടിവികെക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ല. വിജയിയെ പിന്തുണയ്ക്കേണ്ടെന്ന നിർണായക തീരുമാനം. ലീഗിന് 2 MLA-മാരാണുള്ളത്. കോൺഗ്രസ് ടിവികെ പിന്തുണച്ചില്ലെങ്കിലും DMK-ക്കൊപ്പം നിൽക്കാനാണ് ലീഗിന്റെ തീരുമാനം. CPM പിന്തുണയുടെ കാര്യത്തിൽ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം TVK-ക്ക് പിന്തുണ നൽകാൻ ADMK-യിലെ ഒരു വിഭാഗം തീരുമാനിക്കുന്നു. 40 MLA-മാർ വിജയ്ക്ക് പിന്തുണ നൽകാൻ തയ്യാറാണെന്നാണ് വിവരം. CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിജയെ പിന്തുണയ്ക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ADMK പിന്തുണ പ്ലാൻ C മാത്രമെന്നാണ് TVK അറിയിക്കുന്നത്. നോബൽ മാരിക്കാരനുണ്ട്. ഡൽഹിയിൽ ട്വിസ്റ്റുകളും സൂപ്പർ ട്വിസ്റ്റുകളുമാണ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നോബൽ മാരിക്കാരൻ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗ് TVK പിന്തുണയ്ക്കുന്നില്ല. അതേസമയം കോൺഗ്രസ് TVK പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു. ADMK-യിൽ ഒരു വിഭാഗം പിളരാൻ കാത്തു നിൽക്കുകയാണോ? അങ്ങനെ പിളർന്നു വരുന്നവരെ TVK അടുപ്പിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് ഇനി TVക്ക് മുന്നിലെ മാർഗങ്ങൾ? മുസ്ലിം ലീഗില്ലെങ്കിൽ 2 MLA-മാരുടെ കുറവുണ്ടാവും. പക്ഷെ അപ്പോഴും CPM-ഉം CPI-യും ഇപ്പോഴും നിലപാട് അറിയിച്ചിട്ടില്ല. അവർക്ക് 2 പേർക്കും കൂടി 4 സീറ്റുകളുണ്ട്. അതുകൂടി കിട്ടുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്താം. പിന്നീട് DMK-യും ബാക്കി VCK-യും ഒക്കെ പിന്തുണച്ചാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടും. തൽക്കാലം ADMK അടുപ്പിക്കേണ്ട എന്നതാണോ TVK-യുടെ നിലപാട്? ലീഗിന്റെ നിലപാടിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? നോബൽ മാരിക്കാരൻ. അരുൺ, തമിഴക രാഷ്ട്രീയത്ത് സസ്പെൻസുകൾ തുടരുകയാണ് എന്ന് വേണം പറയാൻ. പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് 2 MLA-മാരാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഈ 2 MLA-മാരും DMK-ക്ക് ഒപ്പം അടിയുറച്ച് നിൽക്കും എന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ്, ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണ, TVK-ക്ക് പിന്തുണ തീരുമാനം എടുത്തിരുന്നു. അതിന് പിന്നാലെ മറ്റ് കക്ഷികൾ കൂടി അത്തരത്തിൽ പിന്തുണ എടുത്തെങ്കിൽ മാത്രമാണ് സർക്കാർ രൂപീകരണം വിജയ്ക്ക് സാധ്യമാകൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ആ തീരുമാനം എടുക്കുന്നില്ല. മുസ്ലിം ലീഗ് DMK-ക്ക് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ മത്സരിച്ചത്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ DMK വിട്ടു പോകുന്നത് ഒരു രാഷ്ട്രീയ മര്യാദ അല്ല എന്നതാണ് ഇതിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ DMK-ക്ക് ഒപ്പം അടിയുറച്ചു നിൽക്കാൻ തീരുമാനം എന്താണെങ്കിലും ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നു. പ്രധാനമായും സർക്കാർ രൂപീകരിക്കാൻ 10 MLA-മാരുടെ പിന്തുണയാണ് ഇപ്പോൾ TVK-ക്ക് ആവശ്യമായുള്ളത്. അതിൽ 5 പേർ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. TVK ലക്ഷ്യം വെച്ചത് മുസ്ലിം ലീഗിന് 2 MLA-മാർ, CPM-ലെയും CPI-ലെയും 4 MLA-മാർ, അത്തരത്തിൽ ഒരു പത്തക്കത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കാം എന്നാണ്. മുസ്ലിം ലീഗ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ പിന്തുണ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇടത് പാർട്ടികളുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടത് പാർട്ടികൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നത് വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് MK സ്റ്റാലിനുമായി വലിയ അടുത്ത ബന്ധത്തിലാണ് CPM, CPI അടക്കമുള്ള പാർട്ടികളുള്ളത്. സ്വാഭാവികമായി സ്റ്റാലിനെ വിട്ടുകൊണ്ട് ഈ പാർട്ടികൾ വിജയ്ക്കൊപ്പം പോകും എന്ന് ഈ ഘട്ടത്തിൽ നമ്മളും കരുതുന്നില്ല. നമ്മൾ കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട MA ബേബി അടക്കമുള്ള ആളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് സംസ്ഥാന നേതൃത്വം, അതായത് CPM-ന്റെ സംസ്ഥാന ഘടകം ഈ കാര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കൊണ്ട് ഒരു തീരുമാനം അറിയിക്കും. അതിനനുസരിച്ച് മാത്രമാണ് ബാക്കി നടപടികൾ എന്താണെങ്കിലും സ്വീകരിക്കുകയുള്ളൂ. അത്ര വേഗം MK സ്റ്റാലിനെ വിട്ടു പോവുക അത് പ്രായോഗികമല്ല എന്ന ചില നിരീക്ഷണങ്ങളും CPM-ന്റെ നേതാക്കളുടെ ഭാഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം പല ഘട്ടങ്ങളിലും സ്റ്റാലിൻ CPM വേദികളിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല BJP-ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ സ്റ്റാലിൻ മുൻനിരയിൽ തന്നെയുണ്ട്. സ്വാഭാവികമായും ഇടതു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിന്റെ പ്രാധാന്യം അത് വളരെ വലുതാണ്. ആ പശ്ചാത്തലത്തിൽ വിജയ്ക്കൊപ്പം സമകാലിക രാഷ്ട്രീയം നോക്കിക്കൊണ്ട് പോവുക അത്ര എളുപ്പമല്ല എന്ന് ഇടത് കക്ഷികൾ, പ്രത്യേകിച്ച് ഇടത് പാർട്ടിയിലെ ദേശീയ തലത്തിലെ നേതാക്കൾ വ്യക്തമാക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട തീരുമാനം, ഒരു നീക്കം തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ADMK-യുടെ ഭാഗത്തു നിന്നാണ്. ADMK-യിൽ ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. 2 തട്ടിലാണ് പാർട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം TVK പിന്തുണയ്ക്കാൻ 40 ADMK MLA-മാർ തയ്യാറാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും EPS നേതൃത്വത്തിലല്ല ഈ തീരുമാനം വന്നിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത് CV ഷൺമുഖം എന്ന MP ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് MLA ആയിട്ടുണ്ട്. ഈ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ നിർണായകമായ വിവരങ്ങൾ വരുന്നു. ADMK പിളരാൻ തയ്യാറായി നിൽക്കുന്നു. 40 MLA-മാരുടെ പിന്തുണ TVK-ക്കാണ്. EV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ്. എടപ്പാടി പളനിസ്വാമി കാര്യങ്ങൾ കുഴപ്പത്തിലാവും. ADMK-യുടെ വലിയ പിളർപ്പാണ്. 40 MLA-മാരാണ് വിജയുടെ തീരുമാനം. വിജയ് നമ്മുടെ പഴയ നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാലിന്റെ സിനിമയിലെ രംഗമാണ്. അപ്പോൾ ADMK-യിലെ ഷൺമുഖനും 40 പേരും കൂടെ വന്ന് പറയുന്നു, വേണമെങ്കിൽ ഞങ്ങൾ പിന്തുണ തരാം. അപ്പോഴേക്കും നമ്മുടെ വിജയും ടീമും കൂടി പറയുന്നു, ഓഹോ വേണ്ട എന്ന് പറയുന്നു. ആ അവസ്ഥയിലാണ്. ADMK-യുടെ 40 MLA-മാരുമായിട്ട് ഒരു ടീം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോബൽ മാരിക്കാൻ പറയുന്നു, കൊഞ്ചം വെയിറ്റ് പണ്ണുങ്കോ.